ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. ചക്കിട്ടപ്പാറ ഖനനം സംബന്ധിച്ച അന്വേഷണത്തിന് സർക്കാരിന് വിമുഖതയുണ്ടോ എന്ന് എം ഹസൻ. വ്യവസായ വകുപ്പിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ നടപടിയെങ്കിലും ആരെയും ദ്രോഹിക്കില്ലെന്ന് ഉമ്മൻചാണ്ടി. കരീം അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കാനാകില്ലെന്ന് പിണറായി വിജയൻ. ചക്കിട്ടപ്പാറയിൽ ഒത്തുകളി നടക്കുന്നുണ്ടോ? പ്രധാന വാർത്തയിലേക്ക്. ലൈംഗിക അപവാദ കേസിൽ തരുൺ തേജ്പാലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. ഹർജി തള്ളിയത് പനജി സെഷൻസ് കോടതി. തേജ്പാലിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് തേജ്പാൽ. ചക്കിട്ടപ്പാറ ഖനന വിവാദത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കാത്ത സർക്കാർ നിലപാടിൽ കോൺഗ്രസിൽ പ്രതിഷേധം. അന്വേഷണത്തിന് സർക്കാരിന് വിമുഖതയുള്ളതായി തോന്നുന്നുവെന്ന് എം ഹസൻ. അന്വേഷണം നടത്തണമെന്ന് രമേശ് ചെന്നിത്തല. അന്വേഷണം വ്യവസായ മന്ത്രിയുമായി ആലോചിച്ചെന്ന് മുഖ്യമന്ത്രി. കസ്തൂരി രംഗൻ റിപ്പോർട്ട് പഠിക്കാനുള്ള KPCC ഉപസമിതിയിൽ സ്ഥാപിത താൽപര്യക്കാരെന്ന് VD സതീശൻ. വിവാദ പരസ്യത്തിൽ ദേശാഭിമാനിയെ ന്യായീകരിച്ച് പിണറായി വിജയൻ. പാർട്ടി ഫണ്ട് കൊണ്ടല്ല പത്രം പ്രവർത്തിക്കുന്നത്. പരസ്യത്തിനും വാർത്തയ്ക്കും പാർട്ടിയുടെ മുൻകൂർ അനുമതി വാങ്ങാറില്ലെന്നും പിണറായി വിജയൻ. പരസ്യം വന്നതിൽ CPIM ജില്ലാ കമ്മിറ്റിക്കും പ്ലീനം സംഘാടക സമിതിക്കും പങ്കില്ലെന്ന് AK ബാലൻ. നെടുമ്പാശ്ശേരിയിൽ വീണ്ടും സ്വർണ്ണവേട്ട. തൃശൂർ സ്വദേശിയിൽ നിന്ന് 9.5 കിലോ സ്വർണവും രത്നങ്ങളും പിടികൂടി. സ്വർണം ജോയ് ആലൂക്കാസിലേക്കുള്ളതായിരുന്നുവെന്ന് വിൽപ്പന നികുതി ഇന്റലിജൻസ്. ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച സിനിമയ്ക്കുള്ള സുവർണ മയൂരം കിഴക്കൻ തിമൂറിൽ നിന്നുള്ള ബിയാട്രിസിസ് വാർണ്. കൗശിക് ഗാംഗുലി മികച്ച സംവിധായകൻ. അലോൻ മോനി മികച്ച നടൻ. മഗ്ദലീന ബൊജാൻസ്ക നടി. മേഘ ദഖ താരേഖ് ശതാബ്ദി പുരസ്കാരം. ലൈംഗിക അപവാദ കേസിൽ തരുൺ തേജ്പാലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. ഹർജി തള്ളിയത് പനജി സെഷൻസ് കോടതി. തേജ്പാലിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് തേജ്പാൽ പറഞ്ഞു. വിവരങ്ങളുമായി സവാദ് ഉണ്ട് ഡൽഹിയിൽ നിന്ന്. സവാദ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് തരുൺ തേജ്പാലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയത്? അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമോ? ഗോപികൃഷ്ണൻ, തരുൺ തേജ്പാലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ അല്പസമയം മുമ്പാണ് പനാജിയിലെ സെഷൻസ് കോടതി തള്ളിയത്. തനിക്കെതിരെയുള്ള ലൈംഗിക ആരോപണ കേസിൽ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കാമെന്നും അന്വേഷണം കഴിയുന്നതുവരെ ഗോവയിൽ തന്നെ താമസിക്കാമെന്നും തന്റെ പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ പോലീസിന് മുന്നിൽ സമർപ്പിക്കാമെന്നും അടക്കം അദ്ദേഹത്തിന്റെ അഭിഭാഷകർ കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ അങ്ങേയറ്റം ഗൗരവതരമായ ഒരു കുറ്റമാണ് തരുൺ തേജ്പാൽ ചെയ്തിരിക്കുന്നത്. സമൂഹത്തിൽ ഉന്നത സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ 14 ദിവസം കസ്റ്റഡിയിലെടുത്ത് അദ്ദേഹത്തെ ചോദ്യം ചെയ്താൽ മാത്രമേ ഈ കേസിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ പറ്റൂ എന്ന് പ്രോസിക്യൂഷൻ വിഭാഗം വാദിച്ചു. തരുൺ തേജ്പാൽ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വാദം തന്നെ രാഷ്ട്രീയമായി പകപോക്കലിന് വിധേയമാക്കുകയാണ്. BJPക്കെതിരെ ഗോവയിൽ അധികാരത്തിലിരിക്കുന്ന BJP സർക്കാരിനെതിരെ നിരവധി വെളിപ്പെടുത്തലുകൾ നടത്തിയ തന്റെ തെഹൽക്കയുടെ എഡിറ്ററാണ് താൻ. അതുകൊണ്ട് തന്നെ ആ വൈര്യം തീർക്കുകയാണെന്നാണ് അദ്ദേഹം കോടതിയിൽ വാദിച്ചത്. എന്നാൽ ഈ വാദത്തെ തള്ളിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോടതി വിധി ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ചെയ്ത കുറ്റകൃത്യം തന്നെയാണെന്നും അതിൽ രാഷ്ട്രീയം കലർത്തേണ്ടതില്ല എന്നുമാണ് കോടതിയിൽ ജഡ്ജി ഇതിന് മറുവാദമായി ഉന്നയിച്ചത്. തരുൺ തേജ്പാൽ ഓന്തിനെ പോലെ നിറം മാറുന്നയാളാണെന്നും അതേസമയം പരാതി ഉയർത്തിയ പെൺകുട്ടി തന്റെ പരാതിയിൽ തുടക്കം മുതൽ ഇതുവരെ ഉറച്ചു നിൽക്കുകയാണെന്നും അതുകൊണ്ട് തരുൺ തേജ്പാലിന് ജാമ്യം അനുവദിക്കരുതെന്നുമാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. തരുൺ തേജ്പാൽ ഉന്നയിച്ച പല വാദങ്ങളെയും കോടതി ജഡ്ജി വാദത്തിനിടയിൽ തന്നെ തള്ളുകയുണ്ടായി. അദ്ദേഹത്തിന്റെ എല്ലാ വാദങ്ങളും തള്ളിക്കൊണ്ട് തന്നെയാണ് പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് 14 ദിവസം അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന വാദം അംഗീകരിച്ചുകൊണ്ടാണ് പനാജി സെഷൻസ് കോടതി ഈ അന്തിമ വിധി അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിയോടെ തന്നെ അദ്ദേഹത്തിന് ജാമ്യ ഹർജിയിൽ വിധി പറയാൻ ഏതാനും സമയത്തിന് മുമ്പ് തന്നെ അദ്ദേഹം ഗോവയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചേർന്നിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി തള്ളുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അറസ്റ്റിന് വിധേയമാകാനുള്ള ഒരു സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് വൈകിട്ട് 5 മണിയോടെ തന്നെ വിവരങ്ങൾ നൽകിയ ഡൽഹിയിൽ നിന്ന്. തരുൺ തേജ്പാലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു. കോഴിക്കോട് ചക്കിട്ടപ്പാറ ഇരുമ്പയിര് ഖനനാനുമതി വിഷയത്തിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കാത്തതിൽ കോൺഗ്രസിൽ പ്രതിഷേധം ശക്തമാകുന്നു. സർക്കാർ നിലപാടിനെതിരെ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയും വൈസ് പ്രസിഡന്റ് എം ഹസനും പരസ്യമായി ഇന്ന് രംഗത്തെത്തി. അന്വേഷണം പ്രഖ്യാപിക്കുന്നതിൽ സർക്കാരിന് വിമുഖതയുള്ളതായി തോന്നുന്നുവെന്ന് എം ഹസൻ പറഞ്ഞു.
ചക്കിട്ടപ്പാറ ഖനനാനുമതി വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് CPM-നെതിരായി ജനവികാരം സൃഷ്ടിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നാണ് KPCCയുടെ വിലയിരുത്തൽ. അന്വേഷണവുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് മുഖ്യമന്ത്രിയും മന്ത്രിമാരായ KM മാണിയും PK കുഞ്ഞാലിക്കുട്ടിയും നടത്തിയ മറുപടിയിലും കോൺഗ്രസ് നേതാക്കളിൽ കടുത്ത അതൃപ്തിയുണ്ട്. ഇതിന്റെ പരസ്യപ്രകടനമായിരുന്നു KPCC പ്രസിഡന്റ് ഇന്ന് കൊച്ചിയിൽ നടത്തിയത്. സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇത്തരം കാര്യങ്ങളിൽ വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കണം. ഇനി അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. മുഖ്യമന്ത്രിക്കും കുഞ്ഞാലിക്കുട്ടിക്കും KM മാണിക്കുമെതിരെ ഒന്നുകൂടി നിലപാട് കടുപ്പിച്ചായിരുന്നു KPCC വൈസ് പ്രസിഡന്റ് MM ഹസന്റെ പ്രതികരണം. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെയും 2 മന്ത്രിമാരുടെയും പ്രതികരണങ്ങൾ അന്വേഷണത്തിന് എന്തോ വിമുഖതയുള്ളതുപോലെ ഒരു സംശയം ഉണ്ടാക്കിയിരിക്കുന്നു. അന്വേഷണത്തിന് ഗവൺമെൻറ് അടിയന്തരമായ നടപടിയെടുക്കണം. അന്വേഷണത്തിന് ഗവൺമെൻറ് തയ്യാറാവുന്നില്ലെങ്കിൽ അന്വേഷണത്തിന് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് നിർബന്ധിതമാവും. VM സുധീരൻ, VD സതീശൻ MLA തുടങ്ങിയവരും സർക്കാർ നിലപാടിനെതിരെ ശക്തമായി രംഗത്തുണ്ട്. എളമരം കരീമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ PK കുഞ്ഞാലിക്കുട്ടിക്ക് സ്ഥാപിത താൽപ്പര്യങ്ങളുണ്ടെന്നും ഇതിന് മുഖ്യമന്ത്രി കൂട്ടുനിൽക്കുകയാണെന്നുമുള്ള വികാരമാണ് കോൺഗ്രസിനുള്ളിലുള്ളത്. അന്വേഷണ പ്രഖ്യാപനം വൈകുന്നതിനെതിരെ വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ രംഗത്തെത്തുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. ജയേഷ് രാഘവൻ, മീഡിയ 1, കൊച്ചി. ചക്കിട്ടപ്പാറ ഖനന വിവാദത്തിൽ വ്യവസായ വകുപ്പ് മന്ത്രിയുമായി ആലോചിച്ച് അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കുറ്റം ചെയ്തവരെ ശിക്ഷിക്കും, നിരപരാധികളെ ഉപദ്രവിക്കില്ല. ഇതാണ് സർക്കാരിന്റെ നയമെന്നും മുഖ്യമന്ത്രി പാലക്കാട് വിശദീകരിച്ചു. അതിനോടകം തന്നെ ഇതിൻ്റെ വകുപ്പ് മന്ത്രി ശ്രീ കുഞ്ഞാലിക്കുട്ടിയും ഞാനും പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ആവശ്യമെന്നുണ്ടെങ്കിൽ അന്വേഷണം ഉണ്ടാകും. കുറ്റം ചെയ്തിട്ടുള്ള ഒരാളും രക്ഷപ്പെടില്ല, കുറ്റം ചെയ്യാത്ത ഒരാളെ ദ്രോഹിക്കത്തുമില്ല. അതാണ് ഗവൺമെൻറ്റിൻ്റെ പൊതുവായ സമീപനം. പക്ഷേ പ്രാഥമികമായ ഒരു വിലയിരുത്തലാണ് ഈ നടപടി ക്യാൻസൽ ചെയ്യണം എന്ന് തോന്നി. അന്നേരം തന്നെ ഗവൺമെൻറ് ഇടപെട്ടത് ക്യാൻസൽ ചെയ്തു. ഇനി അതിനകത്തുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വ്യവസായ വകുപ്പിൽ നിന്ന് വരുന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും. ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഒരു വീഴ്ചയും ഉണ്ടാവില്ല. ചക്കിട്ടപ്പാറ വിഷയത്തിൽ അന്വേഷണം നടത്താൻ MM ഹസൻ ആരോപിക്കുന്നത് പോലെ സർക്കാരിന് വിമുഖതയുണ്ടോ? ഈ വിഷയം ചർച്ച ചെയ്യാൻ മുസ്ലിം ലീഗ് MLA KN ഖാദർ മലപ്പുറത്ത് നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആദം മുൽസി കോഴിക്കോട്ട് നിന്ന്, ഭൂമി തട്ടിപ്പിനിരയായ ഗംഗാധരൻ നായർ, ഒപ്പം തന്നെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടം ആനന്ദൻ എന്നിവരെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു ഈ ചർച്ചയിൽ. ശ്രീ KN ഖാദർ, ചക്കിട്ടപ്പാറ ഖനന ഇടപാടിനെ കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണം എന്നതാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ നിലപാട്. ഇതേ നിലപാട് തന്നെയാണോ മുസ്ലിം ലീഗിനും ഉള്ളത്? മുസ്ലിം ലീഗിനും മുസ്ലിം യൂത്ത് ലീഗിനും ഒന്നും ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതുപോലുള്ള അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ചില തെളിവുകളാണ് എന്ന് പറഞ്ഞ് ചില രേഖകളൊക്കെ പത്രങ്ങളും മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ച സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് സമഗ്രമായൊരു അന്വേഷണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. അത് ബഹുമാനപ്പെട്ട എളമരം കരീമിനും അത് സഹായകരമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം അതിലൊരു കുറ്റവാളി അല്ല എന്നും ഇതിൻ്റെ എല്ലാ ഫയലുകളും സെക്രട്ടേറിയറ്റിലുണ്ടെന്നും താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. പിണറായി വിജയൻ അദ്ദേഹം പറയുന്നതിനെ ന്യായീകരിക്കുന്നു. മനുഷ്യർക്ക് വിശ്വസിക്കുവാൻ സാധിക്കാത്ത വിധത്തിലുള്ള ആരോപണമാണിത് എന്നൊക്കെ പിണറായി വിജയൻ പറയുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ വളരെ ഉറപ്പുള്ള ഒരു സാഹചര്യത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു അഴിമതിയിലും പെട്ടിട്ടില്ല, ആരോടും പണം വാങ്ങിയിട്ടില്ല എന്ന് ശ്രീ കരീം പറയുകയും കരീം പറയുന്നതാണ് ശരിയെന്ന് വിജയൻ വിശ്വസിക്കുകയും പിണറായി വിജയൻ അദ്ദേഹത്തെ പിന്താങ്ങുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ അവർക്കും നല്ലത് ഒരു അന്വേഷണത്തിന് ശേഷം അവർക്ക് കുറ്റം ചെയ്തിട്ടില്ല എന്ന മട്ടിൽ അദ്ദേഹത്തെ, ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തെ അതിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുന്നതും നല്ലതാണ്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ ചീത്തപ്പേര് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായക്ക് മങ്ങലേൽക്കുന്ന തരത്തിലുള്ള ആരോപണമാണ് എന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒരു അന്വേഷണം നടത്തുന്നതിന് എന്താ തെറ്റ്? അങ്ങനെ ഒരു അന്വേഷണം നടത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല. മുസ്ലിം യൂത്ത് ലീഗ് അതുകൊണ്ടായിരിക്കണം അത് പറഞ്ഞത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്വേഷണങ്ങൾ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. തെറ്റ് ചെയ്യാത്തവർക്ക് ഒരു അന്വേഷണത്തെയും ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇതുപോലുള്ള ആരോപണങ്ങൾ, ദുരൂഹമായ ചില സാഹചര്യങ്ങളും അതുപോലെ സാഹചര്യ തെളിവുകളുമൊക്കെ അദ്ദേഹത്തിന് എതിരായ ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്താണ് ഇതുണ്ടായതെന്ന് പറയുന്നു. ഇനിയിപ്പോൾ ഇതിൽ വേറെ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ,
മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങളും പുറത്തു വരുമല്ലോ അന്വേഷണം ശ്രീ കെ എൻ എ ഖാദർ, നടത്തുമ്പോൾ. സോളാർ വിഷയത്തിൽ സമാനമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ രാജി വരെ ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റ് വളഞ്ഞ് പ്രക്ഷോഭം നടത്തിയവരാണ് പ്രതിപക്ഷം. ഇപ്പോൾ ശ്രീ എളമരം കരീമിനെതിരെ ഏതാണ്ട് സമാനമായ രീതിയിൽ തെളിവുകൾ പുറത്തു വരികയും കുറെ കൂടി ശക്തമായ തരത്തിൽ ആക്ഷേപങ്ങൾ ഉയരുകയും ചെയ്യുമ്പോൾ ഒരു അന്വേഷണം വേണം എന്ന് ഐകകണ്ഠേന ഒരു തീരുമാനമെടുക്കാൻ എന്തുകൊണ്ടാണ് സർക്കാരിന് കഴിയാതെ പോകുന്നത്? ഇന്നിപ്പോൾ എം ഹസൻ പറഞ്ഞിരിക്കുന്നത് സർക്കാർ ഈ കാര്യത്തിൽ വിമുഖത കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ്. ലീഗിന് എന്ത് തോന്നുന്നു ഈ വിഷയത്തിൽ? അല്ല, എം ഹസൻ അങ്ങനെ പറഞ്ഞത് വിമുഖത കാണിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു വിമുഖതയുണ്ടോ ഇല്ലയെന്ന് തീരുമാനിക്കാനുള്ള സമയമായിട്ടില്ല. ആകെ 2 ദിവസമായിട്ടല്ലേ ഉള്ളൂ ഈ ആരോപണം പത്രങ്ങളിലൂടെയൊക്കെ പുറത്തു വന്നിട്ട്. ഏതാണ്ട് 2 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ഗവൺമെൻറ്റിന് അതിൻ്റെ എല്ലാ വശങ്ങളും ആലോചിക്കേണ്ടതുണ്ടായിരിക്കും. ഗവൺമെൻറ്റിന് അതിൻ്റെ ലീഗലായിട്ടുള്ള നിയമപരമായ വശങ്ങൾ ഗവൺമെൻറ്റിനെ നിയമപരമായി സഹായിക്കുന്ന ആളുകളോടും ഉദ്യോഗസ്ഥന്മാരോടും ചോദിച്ച് മനസ്സിലാക്കി സമഗ്രമായൊരു അന്വേഷണം ഗവൺമെൻറ്റിന് പ്രഖ്യാപിക്കാവുന്നതേ ഉള്ളൂ. ഈ കാര്യത്തിൽ ഒരു വിമുഖത കാണിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, ചിലരൊക്കെ പറഞ്ഞു, ഇപ്പോൾ നേരത്തെ ഞാൻ ചില മാധ്യമങ്ങളിൽ കണ്ടു, ഇതൊക്കെ തീരുമാനിക്കേണ്ടത് ചാനലുകളല്ല എന്നും ചില മാർക്സിസ്റ്റ് നേതാക്കന്മാർ പറയുന്നുണ്ട്. ഇതൊക്കെ തീരുമാനിക്കേണ്ടത് ചാനലുകളല്ല, വിധി പറയേണ്ടത് ചാനലുകളല്ല, ആരാണ് കുറ്റം ചെയ്തതെന്ന് പരിശോധിക്കേണ്ടത് ചാനലുകളല്ല എന്ന് ഈ ഒരു വിഷയം വരുമ്പോൾ മാത്രം പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. സോളാർ വിഷയത്തിൽ മാത്രമല്ല, അതുപോലുള്ള ഐക്യജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ടവർക്ക്, അത് മുസ്ലിം ലീഗുകാരോ കോൺഗ്രസ്സുകാരോ ആരായിരുന്നാലും, അവർക്കെതിരായി ഉള്ളതും ഇല്ലാത്തതുമായ എന്ത് ആരോപണം ആരുന്നയിച്ചാലും അത് ദിവസങ്ങളോളം ചർച്ച ചെയ്യുന്നതിനും പത്രത്തിൽ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി പ്രസിദ്ധീകരിക്കുന്നതിനും യാതൊരു മടിയും, അതിനെതിരായി ശക്തമായ പ്രക്ഷോഭങ്ങളും ഹർത്താലുകളും ബന്ദുകളും സെക്രട്ടേറിയറ്റ് ഉപരോധവും ഉൾപ്പെടെയുള്ള സമരങ്ങളും വമ്പിച്ച പ്രചരണ കോലാഹലങ്ങളും നടത്താൻ യാതൊരു മടിയുമില്ലാത്തൊരു പാർട്ടിയാണ്. ഞാൻ തിരിച്ചു വരാം താങ്കളെ. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇവിടെ ശ്രീ കെ എൻ എ ഖാദർ ചോദിച്ചത് ശരിയല്ലേ? ശ്രീധരൻ നായരുടെ മൊഴിയുടെ പിൻബലത്തിൽ സോളാർ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്ന CPIM-ന് എന്തുകൊണ്ടാണ് എളമരം കരീമിനെതിരെ സമാനമായ തരത്തിൽ പുറത്തു വന്നിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ അംഗീകരിക്കാനും ഒരു അന്വേഷണത്തെ നേരിടാനും വിസമ്മതമുണ്ടാകുന്നത്? ഇതിലെന്തെങ്കിലും സമാനത ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. സോളാർ വിഷയത്തിൽ ശ്രീധരൻ നായർ കൊടുത്ത മൊഴി അയാളെ ചീറ്റ് ചെയ്ത് അയാളുടെ പണം പറ്റിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അയാളുടെ മൊഴിയും 164 സ്റ്റേറ്റ്മെന്റും എല്ലാം കൊടുത്തത്. അതുപോലെ ആണോ ഇവിടുത്തെ ഈ കേസിൽ ഇന്ന് കരീം വ്യക്തമായി സൂചിപ്പിക്കൊണ്ടായിരുന്നു. എളമരം കരീമിന്റെ ബന്ധുവായ നൌഷാദ് നടത്തിയിട്ടുള്ള ഭൂമി ഇടപാടുകളിൽ വന്നിട്ടുള്ള തട്ടിപ്പും അതിന് ഇടനിലക്കാരനായി എളമരം കരീം നിന്നു എന്നതുമാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്ന ആക്ഷേപങ്ങൾ. അത് തെളിയിക്കുന്ന അല്ലെങ്കിൽ അത് പുറത്തു കൊണ്ടുവരുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ്, ആക്ഷേപങ്ങളാണ് പുറത്തു വരുന്നത്. സമാനതകളില്ലേ? ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഇങ്ങനെ പുറത്തു നടക്കുന്നു. ബന്ധു എന്ന് പറഞ്ഞാൽ തന്നെ അയാളുടെ ഒരു ഡയറക്റ്റ് റിലേഷനുള്ള ആളെന്നല്ല, അയാളുടെ ഫാമിലിയിലൊരു അച്ഛന്റെ ബന്ധത്തിലൊക്കെ പെടുന്ന ഒരാളെന്നുള്ളതാണ്. അയാൾ എന്തെങ്കിലും തോന്നിവാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ എങ്ങനെയാ കാര്യം ഉത്തരവാദിയാകുന്നത്? കാര്യത്തിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടെന്ന് ഏതെങ്കിലും തെളിവ് ഹാജരാക്കാൻ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? ഇതൊക്കെ തന്നെയാണ് സോളാർ വിഷയത്തിൽ മുഖ്യമന്ത്രിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ അംഗീകരിക്കാൻ മടിക്കുകയാണ് പ്രതിപക്ഷം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തിലും അങ്ങനെ സുതാര്യമായി കാര്യങ്ങൾ നടക്കട്ടെ. ഇല്ല, അത് ട്വിസ്റ്റ് ചെയ്യണ്ട. സോളാർ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കുള്ള പങ്ക് സുതാര്യമായി തന്നെ നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. സോളാർ വിഷയത്തിൽ സരിതയെ മുഖ്യമന്ത്രി കണ്ടിട്ടേ ഇല്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. സരിത സെക്രട്ടേറിയറ്റിൽ പോയതും മുഖ്യമന്ത്രിയായി സംസാരിച്ചതും അതൊക്കെ CCTV ദൃശ്യങ്ങളടക്കമുണ്ട്. അതുപോലും അതെല്ലാം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഡിലീറ്റ് ചെയ്ത് പോയി, കാണാൻ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ വെച്ച് സരിതയുമായി സംസാരിച്ചുവെന്ന് അദ്ദേഹത്തിന്റെ തന്നെ പ്രൈവറ്റ് സെക്രട്ടറിയായ തോമസ് കുരുവിള അയാൾ പറഞ്ഞു, ഞാനാണ് സരിത അവിടെ കൊണ്ടാക്കിയത്, അവിടെ വെച്ച് കണ്ട് സംസാരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു, ഞാൻ അവരുടെ സരിതയുമായിട്ടല്ല സംസാരിച്ച്, സ്റ്റാൻഡിംഗ് കൗൺസിൽ ഒരു ലേഡി അഡ്വക്കേറ്റ് ഉണ്ട്, അവരുമായിട്ടാണ് സംസാരിച്ചതെന്ന് പറഞ്ഞു. അവരോട് ചോദിച്ചപ്പോഴാണ് ഞാൻ അവിടെ പോയിട്ടുമില്ല, ഞാൻ മുഖ്യമന്ത്രിയെ സംസാരിച്ചിട്ടുമില്ല എന്ന്. ഇതെല്ലാം ഈ നാട്ടിലെ ആളുകൾക്കെല്ലാം വ്യക്തമായ കേസല്ല. അതുപോലെയാണോ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, നൌഷാദുമായി ഉണ്ടായ ഭൂമി ഇടപാടിൽ തട്ടിപ്പിനിരയായ ആളുകൾ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയിൽ നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് നൌഷാദ് തങ്ങളിൽ നിന്ന് ഭൂമി തട്ടിയെടുത്തുവെന്നും ഈ ഇടപാടിൽ ഇടനിലക്കാരനായി എളമരം കരീം ഉണ്ടായിരുന്നുവെന്നുമുള്ള ആക്ഷേപം ഉന്നയിക്കുന്നത്. 2, ചക്കിട്ടപ്പാറ ഖനന അനുമതി സംബന്ധിച്ചിട്ട് 5 കോടി രൂപ നൽകിയിരുന്നു, അതിൽ
അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവാദങ്ങൾ, ഇത് രണ്ടും ഒരേ തരത്തിൽ ഗ്രേവ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇക്കാര്യത്തിൽ അവിടെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലും കരിമനെ അറിയാവുന്ന ഒരാള് ഈ ഭൂമി വാങ്ങാൻ പോയ ആള്, അവർക്ക് പരാതിയുള്ള ആൾക്കാർ, ഭൂമി വിറ്റ ആൾക്കാർ, പരാതിയുള്ളവർ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അവിടുത്തെ MLA മന്ത്രിയുമായിരിക്കുന്ന കരിമനോട് പോയി സംസാരിച്ചുണ്ടാവാം. കാര്യം അതിനകത്ത് ഇടപെടുന്ന കാര്യത്തെ സംസാരിച്ചിട്ട് കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടുത്തെ പാർട്ടി സെക്രട്ടറിയോട് പോയി സംസാരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അദ്ദേഹം ഒഴിയുകയും ചെയ്ത്. ഇതിലെല്ലാം ഈ ഭൂമിയില് കരിമന്റെ പേരിൽ ഭൂമി വാങ്ങുകയോ കരിമന്റെ ബനാമിയായിട്ട് ഭൂമി വാങ്ങുകയോ ചെയ്യുന്നതിനൊന്നും യാതൊരു എവിഡൻസും ഇല്ലാത്തത് സോളാർ തട്ടിപ്പ് കേസിൽ സോളാർ കേസിന് ഇതുമായി തുല്യമാണെന്ന് പറഞ്ഞു നടക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഏതെങ്കിലും തരത്തിലൊരു ബന്ധപ്പെടുത്താൻ സാധിക്കണ്ടേ? ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരും എന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആദം മുൾസി കോഴിക്കോട്. ഈ ചർച്ച അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇതുവരെ. ശ്രീ ആദം മുൾസി, രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നു ഖനന വിവാദത്തിൽ അന്വേഷണം ആവശ്യമാണ്. MM ഹസൻ പറഞ്ഞിരിക്കുന്നു സർക്കാരിനൊരു വിമുഖതയുണ്ടോ, അതുണ്ടാകാൻ പാടില്ല, അങ്ങനെ സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭം നടത്തേണ്ടി വരുമെന്ന്. കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഒരു വിമുഖതയുണ്ടോ? തീർച്ചയായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത്. കാരണം നെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ശ്രീ എളമരം കരീമിന്റെയും അദ്ദേഹത്തിന്റെ ബന്ധു ശ്രീ നൌഷാദിന്റെയും ഉറ്റ സന്തത സഹചാരിയായി വർഷങ്ങളോളം അവരോടൊപ്പം പ്രവർത്തിച്ച ശ്രീ സുബൈർ വെളിപ്പെടുത്തിയിട്ടുള്ളത്. MSPL കമ്പനിക്ക് അവിഹിതമായി ഖനനാനുമതി അനുവദിച്ചു നൽകുന്നതിനും അതോടൊപ്പം തന്നെ ശ്രീ നൌഷാദിന്റെ നേതൃത്വത്തിൽ കോറി വ്യവസായത്തിന്റെ പേരിൽ ഏക്കർ കണക്കിന് ഭൂമി തട്ടിയെടുക്കുന്നതിനുമൊക്കെ ശ്രീ എളമരം കരീം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തിരിക്കുകയാണ്. ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടുകൂടി മൾട്ടിപ്പിൾ തട്ടിപ്പുകൾ എന്ന് തന്നെ നമുക്ക് പറയാം. ഈ കോറി വ്യവസായവുമായി ബന്ധപ്പെട്ട് ശ്രീ നൌഷാദ് നടത്തിയ തട്ടിപ്പുകളെല്ലാം തന്നെ ശ്രീ എളമരം കരീമിന്റെ മന്ത്രി പദവി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹവുമായി ബന്ധം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. അതിനകത്ത് വഞ്ചിതരായിട്ടുള്ള ഇരകൾ എന്ന് പറയുന്നത് കോൺഗ്രസുകാരല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ വർഷങ്ങളായി മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവരൊക്കെ തന്നെ പലതവണ ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ എളമരം കരീമിനെയും അതുപോലെ തന്നെ TP രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ കണ്ടുകൊണ്ട് അവരുടെ പരാതികൾ ബോധിപ്പിച്ചിട്ടുള്ളതാണ്. ഒരു വേള അത്തരം ആളുകളോട് നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തേണ്ട എന്നാണ് ശ്രീ എളമരം കരീം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ സോളാറിനെ വെല്ലുന്ന ഏറ്റവും വലിയ തട്ടിപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഞാൻ ശ്രീ എളമരം കരീമിനെതിരെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളുകളാണ്. ആ സമയത്ത് ശ്രീ എളമരം കരീമിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ച് അവിഹിതമായി അദ്ദേഹം ബിനാമികളുടെ പേരിൽ അദ്ദേഹം സമ്പാദിച്ചു കൂടിയ സമ്പത്തുകളെ കുറിച്ചൊക്കെ ഞങ്ങൾ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇന്ന് അതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് പുറത്തു വന്നിരിക്കുക. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആളുകൾ അവരുടെയൊക്കെ സ്വത്തുക്കൾ ഇന്ന് കണ്ടെത്തുകയാണെങ്കിൽ, അവരുടെ ആസ്തികളൊക്കെ കണ്ടെത്തുകയാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് എന്തായാലും ഇക്കാര്യത്തിൽ ഒരു നിലപാട് എടുത്തിട്ടില്ല. മാത്രമല്ല, ഖനന സർവേക്കുള്ള അനുമതി നീട്ടി നൽകിയത് UDF സർക്കാരാണ്. അക്കാലത്ത് ഗണേഷ് കുമാർ വനം മന്ത്രി ആയിരുന്നു. സ്വാഭാവികമായും സമഗ്രമായ ഒരു അന്വേഷണം വരുമ്പോൾ അത് രണ്ടു ഭാഗത്തെയും ഒരുപോലെ ബാധിക്കുന്നതാണ്. തീർച്ചയായും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ വിവാദം പുറത്തു വന്ന ഉടനെ തന്നെ അദ്ദേഹം ഈ ഖനനാനുമതി റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് തീരുമാനം അദ്ദേഹം അറിയിക്കുകയുണ്ടായി. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇവിടെ നടത്തിയ വെളിപ്പെടുത്തലുകൾ, കേരളത്തിൽ നമ്മൾ ഒരുപാട് വെളിപ്പെടുത്തൽ കണ്ട ഡ്രൈവർമാരായിട്ടുള്ള ഒരുപാട് ആളുകൾ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ കേസുകളെടുത്ത് അന്വേഷണം നടത്തിയ പാരമ്പര്യം നമുക്ക് കേരളത്തിലുണ്ട്. ഇവിടെ വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ച് അവിടെയാണ് നേരത്തെ ശ്രീ MM ഹസൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ മുന്നോട്ട് വെച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ യൂത്ത് കോൺഗ്രസിനും ആവർത്തിക്കാനുള്ളത്. എത്രയും പെട്ടെന്ന് ഇതിനകത്ത് അന്വേഷണം പ്രഖ്യാപിക്കണം. മാത്രമല്ല, തിരിച്ചു വരാം. നൌഷാദ് നടത്തിയ ഭൂമി ഇടപാടിൽ തട്ടിപ്പിന് ഇരയായ C രാജൻ ബാലുശ്ശേരി സ്വദേശി ടെലിഫോൺ ലൈനിലുണ്ട് ഇപ്പോൾ. ശ്രീ രാജൻ, ഇവിടെ ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എളമരം കരീമിന്റെ മുന്നിൽ ഈ വിഷയങ്ങൾ വന്നിട്ടുണ്ടാകാം, അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടാകാം എന്നതിനപ്പുറം ഒരു ഇടനിലക്കാരനായി കരീം നിന്നു എന്നതിന് വിശ്വാസയോഗ്യമായ തെളിവുകൾ ഇല്ല എന്നാണ്. ശ്രീ രാജൻ, താങ്കൾ ഏത് തരത്തിൽ വഞ്ചിക്കപ്പെട്ട ആളാണ്? എളമരം കരീം ഇതിൽ ഇടനിലക്കാരനായി നിന്നു എന്ന അനുഭവം താങ്കൾക്കുണ്ടോ? ഹലോ, 2010 LDF ഭരണകാലത്തിന്റെ അവസാന ഘട്ടത്തിലാണ് നൌഷാദ് നമ്മളെ സമീപിക്കുന്ന സമയത്ത്
മൊയ്തീൻകുട്ടി മാഷ കെയർ ഓഫിലാണ് നൗഷാദ് നമ്മളെ സമീപിക്കുന്നത്. മൊയ്തീൻകുട്ടി മാഷ പാർട്ണറാണ് നൗഷാദ് എന്ന് പറഞ്ഞിട്ടാണ്, ഞങ്ങളുടെ ഭൂമി ക്രഷർ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ടാണ് നൗഷാദ് ഞങ്ങളെ സമീപിച്ചത്. ഈ ഘട്ടത്തിൽ നൗഷാദ് പറയുന്നത് എളമരം കരീമിന്റെ ബന്ധുവാണ്, ഞാൻ അടുത്ത അനിയനാണ്, ഞാൻ വ്യവസായ വകുപ്പിൽ നിന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ഞാനാണ് എന്നുള്ള രീതിയിലായിരുന്നു ഇടപെടലൊക്കെ ഉണ്ടായിരുന്നത്. അത് നൗഷാദിന്റെ അവകാശവാദം. അതുകൊണ്ട് എളമരം കരീം ഇക്കാര്യത്തിൽ ഇടപെട്ടു എന്നതിനുള്ള തെളിവാകുന്നില്ലല്ലോ. ായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും എളമരം കരീമിന്റെ പങ്കാളിത്തമോ അല്ലെങ്കിൽ അത് അയാളുമായിട്ട് ഇടപെടുകയോ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അയാളെ പേരും പറഞ്ഞ് ഞങ്ങളെ വഞ്ചിച്ച് എന്ന് തോന്നിയതിന്റെ ഭാഗമായിട്ട് പാർട്ടിയിലും അയാളിലും ഞങ്ങള് പരാതിപ്പെട്ടപ്പോൾ ഞങ്ങൾക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കുകയും നൗഷാദിനെ സംരക്ഷിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങളെ സംശയം അയാളിലേക്ക് ജനിച്ചു സ്വാഭാവികമായിട്ടും. റൈറ്റ്. ശ്രീ ആനത്തലവട്ടം, താങ്കൾ കേട്ടല്ലോ ജനപ്രതിനിധി നിലയിൽ ഏത് തരത്തിലാണ് എളമരം കരീം ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്ന് രാജൻ പറഞ്ഞത്. അല്ല, രാജൻ തന്നെ പറഞ്ഞല്ലോ, കരീമുമായിട്ട് യാതൊരു ഇതിനകത്ത് ഇടപെടുകയോ യാതൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിനെ സമീപിച്ചപ്പോൾ അയാൾ ഇത് തീർക്കുന്നതിന് ശ്രമിച്ചിട്ടുള്ള അല്ലാതെ അയാൾ എന്ത് ചെയ്തെന്നാണ് നിങ്ങൾ പറയുന്നത്? കരീം ഇക്കാര്യത്തിൽ കരീമാണോ വക്കീൽ നോട്ടീസ് അയച്ചത്? കരീം വക്കീൽ നോട്ടീസ് അയച്ചാണ്. ആരാ വക്കീൽ നോട്ടീസ് അയച്ചത്? നിങ്ങൾ തട്ടിപ്പ് നൗഷാദ് തട്ടിപ്പെങ്കിൽ ആ തട്ടിപ്പുകാരനെതിരായിട്ടുള്ള നിയമപരമായ നടപടിയും സ്വീകരിക്കേണ്ടത്, പരാതിപ്പെടേണ്ടത് തട്ടിപ്പിന് വിധേയരായ ആളല്ലേ, ഇപ്പൊ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളല്ലേ. എന്തുകൊണ്ട് അത് ചെയ്തില്ല? അത് ചെയ്യാതെ ഈ കരീമിനാണ്, ഇദ്ദേഹം തന്നെ പറയുകയാണ്, രാജൻ തന്നെ പറയുകയാണ്, കരീമുമായിട്ടൊന്നും ബന്ധപ്പെട്ടിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല, രാജനാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറയുകയും പിന്നെ കരീമിന് ഇതിനകത്ത് പങ്കാളിത്തം ഉണ്ടെന്ന് പറയും സ്ഥാപിക്കുകയും ചെയ്യുന്നതിന്റെ അർത്ഥം എന്താ? അതാണ് മനസ്സിലാകാത്തത്. ശ്രീ ആനത്തലവട്ടം, താങ്കൾ നേരത്തെ പറഞ്ഞു എളമരം കരീം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ വിഷയം അദ്ദേഹത്തിന് അറിയാമായിരിക്കും, അദ്ദേഹം ഒരു പരിധിവരെ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടാകാം. അതിനപ്പുറം എളമരം കരീമിന്റെ ഇടപെടൽ വ്യക്തമാക്കുന്ന യാതൊരു തെളിവും പുറത്തു വന്നിട്ടില്ല എന്ന്. പോലീസ് ഈ വിഷയത്തിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് നൗഷാദ് എന്നയാൾ എളമരം കരീമിന്റെ ബന്ധുവാണെന്നും എളമരം കരീമിന്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് ഭൂമി തട്ടിപ്പ് നടത്തിയെന്നും ഈ ഇടപാടിൽ ഇടനിലക്കാരനായി അദ്ദേഹം ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതൊരു കോൺക്രീറ്റ് അല്ലേ? ഇല്ല, പോലീസ് ഒരാളെ നിരപരാധിയെ പ്രതിയാക്കാനും പോലീസിന് കഴിയും, പ്രതിയെ ഒഴിവാക്കാനും പോലീസിന് കഴിയും. അത് എത്രയോ അനുഭവങ്ങളിലുള്ള ഒരു പൊതുപ്രവർത്തകരിൽ ഒരാളാണ് ഞാനും. യാതൊരു ബന്ധമില്ലാത്ത കേസിൽ വേണമെങ്കിൽ അവർ പ്രതിയാക്കി നമ്മൾ അവസാനം കോടതിയിൽ പോയാണ്. പോലീസ് എഴുതി വെക്കുന്ന എല്ലാം കോടതി അംഗീകരിക്കണമെന്നൊന്നുമില്ല. അത് പോലീസിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകൾ പോലീസിനെ സ്വാധീനിച്ചതെല്ലാം ചെയ്യിക്കും. പക്ഷെ അതെല്ലാം കോടതിയിൽ പോയാൽ അലമാര സഹിതം തള്ളിപ്പോവും പോലീസ് എഴുതി വെക്കുന്നത്. ആ കോടതി ഇക്കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കുമ്പോഴാണ് ഒരാള് കുറ്റവാളിയാകുന്നത്. അതുവരെ അയാളെ കുറ്റവാളിയായിട്ട് നിങ്ങൾക്ക് ചിത്രീകരിക്കാൻ സാധിക്കില്ല. അയാളെ പല ആരോപണം ഉന്നയിക്കാം, പ്രതിപട്ടികപ്പെടുത്താം, വിചാരണ നടന്ന് കോടതി പറയുകയാണ് ഇയാൾ കുറ്റക്കാരൻ തന്നെ, തെറ്റ് ചെയ്തിട്ടുണ്ട്, തെറ്റിച്ചാലേ അയാൾ കുറ്റവാളിയാകുന്നുണ്ട്. അതുവരെ ഈ പോലീസ് എന്തോ ഒരു മഹാകാര്യം ചെയ്തിരിക്കുന്നത്. KPCC ഉപാധ്യക്ഷൻ ശ്രീ MM ഹസൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഹസൻ, ഈ വിഷയത്തിൽ ഒരു സമഗ്രമായ അന്വേഷണത്തിന് മുൻകൈയെടുക്കാൻ സർക്കാർ വിമുഖത കാട്ടുന്നുണ്ട് എന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് താങ്കൾ പറഞ്ഞത്? അന്വേഷണത്തിന് ഉത്തരവിടേണ്ട ഗവൺമെന്റ് വരട്ടെ, പഠിക്കട്ടെ, അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ കാര്യത്തിൽ ഒരു അടിയന്തര തീരുമാനം കൈക്കൊള്ളാനുള്ള ഒരു സമീപനം ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇല്ലയോ എന്നൊരു സംശയം ഉടലെടുത്തതുകൊണ്ടാണ് അങ്ങനെ അടിയന്തരമായി ഇതിന് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടത്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി തുടക്കത്തിൽ പറഞ്ഞത് അന്വേഷണം ആവശ്യമാണ്, പക്ഷേ ഒരു മുൻവിധിയോടുകൂടി ഈ വിഷയത്തെ സമീപിച്ച് ഒരു അന്വേഷണത്തിന് തയ്യാറാകില്ല എന്നാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വ്യവസായ വകുപ്പിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ അന്വേഷണമാകാമെന്നാണ്. അതെ, ഒരു കാര്യത്തിലും നമുക്ക് വിധി പറ്റില്ലല്ലോ. അന്വേഷണം വേണമെന്ന് പറയുമ്പോൾ ഇതിന്റെ നിജസ്ഥിതി അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരണം, സത്യം പുറത്തു വരണമല്ലോ. ഇങ്ങനെയുള്ള ആരോപണങ്ങളെല്ലാം വെളിപ്പെടുത്തലുകളിലൂടെയാണല്ലോ ഉയർന്നു വന്നിട്ടുള്ളതെല്ലാം. ഇപ്പോൾ നടക്കുന്ന അന്വേഷണങ്ങളെല്ലാം ഇതുപോലെ തന്നെ ഉയർന്നു വന്ന ആരോപണങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായും അത്തരത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു ആരോപണത്തെ മുൻവിധിയോടുകൂടി കാണുന്നില്ല. പക്ഷെ ഇതിന് സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി പോലും പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ ഗവൺമെന്റ് എത്രയും വേഗം ഒരു അന്വേഷണത്തിന് ഉത്തരവ് കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ശ്രീ MM ഹസൻ, മുസ്ലിം ലീഗിന്റെ അഭിപ്രായമായി വ്യവസായ മന്ത്രി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് അന്വേഷണമാകാം, പക്ഷേ അത് കേവലം ചില വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ആകരുത്, അതിൽ മന്ത്രിസഭയിൽ കൂട്ടായ ഒരു അഭിപ്രായം ഉണ്ടാകണം എന്നൊക്കെയാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് വ്യവസായ വകുപ്പിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ അന്വേഷണമാകാം എന്നാണ്. എളമരം കരീമിനെതിരായ ഒരു റിപ്പോർട്ട് വ്യവസായ വകുപ്പിൽ നിന്ന് വരുമോ അതോ വരില്ലേ?
അതൊന്നും എനിക്കറിയില്ല. ഇത്തരം ആരോപണം ഉന്നയിക്കപ്പെട്ട അവസരത്തിൽ ഇതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് വരണം. അത് തീർച്ചയായിട്ടും എളമരം കരീമിന്റെ ഭാഗത്ത് വരുന്നിട്ടുള്ള ആരോപണത്തിന്റെ നിജസ്ഥിതി റിപ്പോർട്ടിലുണ്ടാവുമല്ലോ. ആ റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വയ്ക്കണം. ഇവിടെ ഈ ചർച്ചയ്ക്കിടയിൽ താങ്കൾ ടെലിഫോണിലാണ്, അതേപോലെ മറ്റൊരറ്റത്ത് ആനത്തലവട്ടം ആനന്ദൻ ടെലിഫോണിലുണ്ട്. അദ്ദേഹം താങ്കൾ പറയുന്നത് കേൾക്കുന്നുണ്ടാകാം. ഒരുപക്ഷെ ആനത്തലവട്ടം ആനന്ദൻ ഇതുവരെ പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ടാകില്ല. അദ്ദേഹം പറഞ്ഞത് ഒരാളെ പ്രതിയാക്കാനും പ്രതിയായ ഒരാളെ നിരപരാധിയാക്കാനും ഒക്കെ പോലീസിന് കഴിയും, അങ്ങനെ മാത്രം കണ്ടാൽ മതി ഇപ്പോൾ എളമരം കരീമിനെതിരെ പുറത്തു വന്നിട്ടുള്ള പോലീസിന്റെ റിപ്പോർട്ടിന് എന്നാണ്. അങ്ങനെ പറയാൻ പറ്റുമോ? ഇതുപോലെ തന്നെയല്ലേ നേരത്തെ ഉയർന്നു വന്ന ആരോപണങ്ങളെല്ലാം, മുഖ്യമന്ത്രിക്കെതിരായി ഉയർന്നു വന്ന ആരോപണങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലുണ്ടായതല്ലേ? അതല്ലേ അന്വേഷിച്ചത്? അന്വേഷണത്തിന്റെ ആ തൃപ്തി വരാഞ്ഞിട്ടല്ലേ ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് അവർ പറഞ്ഞത്. അപ്പൊ ഇതുപോലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നാൽ എം എം ഹസൻ, മുഖ്യമന്ത്രി പറഞ്ഞത് വ്യവസായ വകുപ്പിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ നടപടി, പക്ഷേ ആരെയും ദ്രോഹിക്കില്ല. ആരാ മുഖ്യമന്ത്രി പറഞ്ഞത്? താങ്കൾ കേട്ട് കാണുമോ എന്ന് എനിക്ക് അറിയില്ല, താങ്കൾ അറിഞ്ഞോ എന്നറിയില്ല. അല്പം മുമ്പ് വ്യവസായ വകുപ്പിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ നടപടി ഉണ്ടാകും, പക്ഷേ ആരെയും ദ്രോഹിക്കില്ല. അല്ല, ആരെയും ദ്രോഹിക്കില്ല എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ദ്രോഹിക്കില്ല എന്നുള്ളത് ഗവൺമെന്റിന്റെ സമീപനമാണ്. അതല്ലാതെ ആരെയും ദ്രോഹിക്കില്ല, ഒന്നും ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്വേഷണത്തിലല്ലേ പുറത്തു വരേണ്ടത്. താങ്കൾ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരണം. ശ്രീ കെ എൻ എ ഖാദർ, ഖനനം സംബന്ധിച്ചിട്ട് പുറത്തു വന്ന വിവാദങ്ങളും നൌഷാദിന്റെ ഭൂമി ഇടപാടുമായി അതിൽ എളമരം കരീമിന്റെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന ആക്ഷേപങ്ങളും ഇതെല്ലാം പുറത്തു വന്നപ്പോൾ പതിവ് പോലെ ഗവൺമെന്റ് ചീഫ് പി സി ജോർജിന്റെ പ്രതികരണമുണ്ടായി. അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞത് ഒരു CBI അന്വേഷണം വേണം, സമഗ്രമായ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ എന്നാണ്. അതിനോട് ലീഗ് യോജിക്കുന്നുണ്ടോ? അല്ല, ഇതിൽ ഒരു സംഗതി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന അഴിമതി പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സാധാരണഗതിയിൽ ഒരു 50 രൂപ ഒരു വില്ലേജ് ഓഫീസർ പട്ടിണി മാറ്റാൻ വേണ്ടി ആരോടെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെയുള്ള വില്ലേജ് ഓഫീസർമാരും ചെറിയ ഉദ്യോഗസ്ഥന്മാരും 50-100 രൂപ വാങ്ങിയവരൊക്കെ നടപടിക്ക് വിധേയരാവുകയും സസ്പെൻഡ് ചെയ്യപ്പെടുകയും ജോലിയിൽ നിന്ന് അനേക കാലം പുറത്തു നിൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. നമ്മുടെ നിയമങ്ങളുടെ സ്ഥിതി അതാണ്. നിയമങ്ങളിൽ സാധാരണ ചെറിയ എട്ടുകാലി വലയിൽ ചെറിയ പ്രാണികൾ ചാടിയാൽ അത് കുടുങ്ങും, അതിനെ എട്ടുകാലി ഭക്ഷണത്തിന് ഇരയാക്കി മാറ്റും. നേരെ മറിച്ച് ഒരു എട്ടുകാലി വലയിൽ ഒരു പൂച്ച വീണാൽ വലയും എട്ടുകാലിയും എല്ലാം കൂടി താഴെ പോവും. അങ്ങനെയാണ് നമ്മുടെ നിയമ സംവിധാനങ്ങളൊക്കെ. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്ലീനം പാലക്കാട് ചേർന്നപ്പോൾ അവരുടെ സംഘടനാപരമായ ദൗർബല്യങ്ങളെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ അവർ പറഞ്ഞു, ഒരു സ്വയം വിമർശനാത്മകമായി പരിശോധിച്ചു. അതിലും അഴിമതിയും അനധികൃതമായ സ്വത്ത് സമ്പാദനവും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉടനെയാണ് ഇതിനെ ന്യായീകരിക്കുന്നത്. ഞാൻ എളമരം കരീം ഉൾപ്പെടെ ആരെയും കുറ്റപ്പെടുത്താൻ ഞാൻ ആളല്ല. ആനത്തലവട്ടം ആനന്ദൻ പറയുന്നത് പോലെയല്ല എൻ്റെ സമീപനം. ഞാനൊരു അന്വേഷണ ഏജൻസിയുടെ ഭാഗമല്ല, അന്വേഷിക്കാൻ ഞാൻ ആളല്ല, തെളിവ് കൊടുക്കാൻ ഞാൻ ആളല്ല, വിധി പറയാൻ ഞാൻ ആളല്ല. ഞാൻ പറയുന്നത് ഇപ്പോൾ എളമരം കരീമിൻ്റെ പേരിൽ ഈ നൌഷാദ് എന്ന് പറയുന്ന ആളൊരു തട്ടിപ്പ് നടത്തിയതാണെങ്കിൽ എളമരം കരീമും മാർക്സിസ്റ്റ് പാർട്ടിയും നൌഷാദിനെതിരായി ശക്തമായ നടപടികൾ സ്വീകരിക്കണം. നൌഷാദിനെ പോലുള്ള ആളുകൾ മന്ത്രിമാരുടെ പേരൊക്കെ പറഞ്ഞ് കാശുണ്ടാക്കാനുള്ള പരിശ്രമം നടത്തുന്നുണ്ടെങ്കിൽ അത് തടഞ്ഞു നിർത്തേണ്ടത് ഈ രാജ്യത്തെ സത്യസന്ധരായിട്ടുള്ള ജനപ്രതിനിധികളുടെ ചുമതലയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് നടപടിയെടുക്കേണ്ടത്. ഇവിടെ ഈ വിഷയത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതിന് അതൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എം എം ഹസൻ പറഞ്ഞതും ശരിയാണ്. ഇടതുപക്ഷ മുന്നണിയുടെ ആ സമീപനം അല്ല ഐക്യജനാധിപത്യ മുന്നണിക്കുള്ളത്. ആരെങ്കിലും വെറുതെ ബോധപൂർവമായി കുറ്റപ്പെടുത്തുകയോ പ്രതികളാക്കുകയോ ചെയ്ത് വർത്തമാനം പറയാനൊന്നും ഐക്യജനാധിപത്യ മുന്നണിയില്ല. ഇപ്പം ഈ പി ജയരാജനെ കാറിൽ പോകുമ്പോൾ ആരോ തടഞ്ഞു വെച്ചു പറഞ്ഞിട്ട് ഷുക്കൂറിനെ അവർ വെട്ടിക്കൊന്നു. എന്നാൽ മുഖ്യമന്ത്രിക്ക് ഏറുകൊണ്ടപ്പോൾ മുഖ്യമന്ത്രി ഹർത്താൽ പോലും വേണ്ടെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ സമീപനം അതാണ്. അപ്പോൾ അതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതനുസരിച്ച് ഐക്യജനാധിപത്യ മുന്നണി ഏകോപിതമായൊരു തീരുമാനം എടുത്തതിന് ശേഷമാണ് വാസ്തവത്തിലൊരു അന്വേഷണം വേണ്ടത്. ആ അന്വേഷണം ഇപ്പം നേരത്തെ നിങ്ങൾ ചോദിച്ചതുപോലെ പി സി ജോർജ് പറഞ്ഞ CBI അന്വേഷണം വേണോ വേറെ ഏത് അന്വേഷണം വേണമെന്നും പിന്നീട് ആലോചിക്കേണ്ട ഒരു കാര്യം മാത്രമാണ്. ഒരു അന്വേഷണം ഉണ്ടാകുന്നത് എല്ലാവർക്കും നല്ലതാണ്. അതുകൊണ്ടൊരു ദോഷവും കരീമിന് വരാൻ ഇടയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ നമ്മുടെ രാജ്യത്ത് ഇതുപോലുള്ള സംഭവവികാസങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഈ ചർച്ചയുടെ തുടക്കത്തിലും താങ്കൾ പറഞ്ഞു ഒരു അന്വേഷണം ഉണ്ടാകുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് എളമരം കരീമിന്. കാരണം ഇത് അദ്ദേഹത്തിന് ദോഷം ചെയ്യുമെന്ന് കരുതുന്നില്ല. അത് താങ്കൾ വീണ്ടും ആവർത്തിക്കുന്നു. എളമരം കരീം ഈ വിഷയത്തിൽ നിരപരാധിയാണ് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ താങ്കൾ വിശ്വസിക്കുന്നത്? അല്ലല്ല, ഞാൻ അവരുടെ ആർഗ്യുമെന്റിന് വേണ്ടി, വാദത്തിന് വേണ്ടി ശരിവെക്കുക എന്നൊരു സംഗതി ഉണ്ടല്ലോ. എളമരം കരീമിൻ്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും വാദം
അവർ കുറ്റം ചെയ്തിട്ടില്ല, യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, ഫയൽ നോക്കിയാൽ കാണാൻ സാധിക്കില്ല, വെറും ആരോപണം മാത്രമാണെന്ന്. ആ വാദത്തിന് വേണ്ടി മാത്രം സമ്മതിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അന്വേഷണത്തിൻ്റെ ആവശ്യകതയൊക്കെ ഊന്നൽ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അന്വേഷണം വരുന്നത് നല്ലതല്ലേ? അത് ഇവിടെ ചക്കിട്ടപ്പാറ ഖനനം സംബന്ധിച്ചും എളമരം കരീമിന് എതിരെ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ സംബന്ധിച്ചും ഉടൻ അന്വേഷണം വേണം, അതിൽ ഒരു വിമുഖത സർക്കാർ കാണിക്കരുത്, അങ്ങനെ ഉണ്ടായാൽ പ്രക്ഷോഭം നടത്തേണ്ടി വരും എന്ന് KPCC ഉപാധ്യക്ഷൻ പറഞ്ഞു. ആ ആശങ്ക അദ്ദേഹം പ്രകടിപ്പിച്ചു. അത്ര പോലും ഒരു ആശങ്കയോ അല്ലെങ്കിൽ ഒരു അർജൻസി ഫീലിങ്ങോ ലീഗിനില്ലാത്തത് എന്തുകൊണ്ടാണ്? ആര് പറഞ്ഞു അങ്ങനെ ഒരു അർജൻസി ഫീലിംഗ് ലീഗിനില്ലെന്ന്? അന്വേഷണം വേണം തന്നെയല്ലേ ഞാൻ ആവശ്യപ്പെടുന്നത്. KPCC ഇപ്പോൾ പ്രസിഡന്റ് തന്നെ പറഞ്ഞില്ല അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടല്ലോ. വൈസ് പ്രസിഡന്റ് പ്രക്ഷോഭം പ്രഖ്യാപിച്ചു. അത് നല്ല കാര്യമാണ്. അവർ ഐക്യജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ്. ആ ഐക്യജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളെ യോജിപ്പിച്ചു നിർത്തി ഈ വിഷയത്തിൽ ഒരു അന്വേഷണത്തിന് മുൻകൈ എടുക്കേണ്ടത് ഗവൺമെന്റാണ്. ആ അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഞാൻ പറയുന്നത് ഐക്യജനാധിപത്യ മുന്നണിയുടെയും ഇടതു മുന്നണിയുടെ സമീപനങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ്. അതിന്റെ അർത്ഥം അന്വേഷണം വേണ്ടെന്നല്ല. അത് അത്ര ശക്തമായി ശ്രീ MM ഹസൻ, വ്യവസായ വകുപ്പിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ നടപടി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോൾ താങ്കൾക്ക് വ്യക്തമാകുന്നുണ്ടോ സർക്കാരിന് വിമുഖതയില്ല എന്ന്? അല്ല, വിമുഖത ഉണ്ടാവരുതെന്നേ ഞാൻ പറഞ്ഞോളൂ. കാരണം മറുപടി മുഖ്യമന്ത്രിയുടെയും 2 മന്ത്രിമാരുടെയും മറുപടിയിൽ അന്വേഷണത്തിനോട് ഒരു അർജൻസി ഉള്ളതായി അവരുടെ അഭിപ്രായങ്ങളിൽ പ്രതിഫലിച്ചില്ല. ആ ഒരു ആശങ്ക ഞാൻ പ്രകടിപ്പിച്ചു. കാരണം അന്വേഷണം വേണം, അതിനപ്പുറം ഒന്നും ഞാനും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അല്ല, ഞാൻ ചോദിക്കുന്നത് അർജൻസി ഉള്ളതായി താങ്കൾക്ക് തോന്നിയില്ല. ഇപ്പോൾ താങ്കളുടെ ആ പരാതി മാറിയോ എന്നാണ്. അല്ല, പരാതി അതായത് എനിക്കുണ്ടായ സംശയം ഇത്രയേ ഉള്ളൂ. മാർക്സിസ്റ്റ് പാർട്ടി ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയുള്ള ഓരോ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ, അത് വഴിയെ പോകുന്ന ആളുകൾ പോലും വെളിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എതിരായി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭങ്ങളിലേക്ക് വന്നത്. ഇവിടെ അന്വേഷണം വേണം, അത് ഞങ്ങൾ അന്വേഷിക്കട്ടെ. അതിന് ഞങ്ങൾ ഇതിന് ആരെയും മുൻവിധിയോടുകൂടി കാണുന്നില്ല, കുറ്റക്കാരാണെന്ന് പറയുന്നില്ല. അതൊക്കെ അങ്ങനെയുള്ള ന്യായങ്ങൾ പറയുമ്പോഴും അന്വേഷണത്തിന്റെ ആവശ്യകത പൂർണ്ണമായി ഉൾക്കൊള്ളണമെന്നാണ് പറഞ്ഞത്. അതെ, അതായത് ഇപ്പോഴും മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ പറഞ്ഞതോടുകൂടി ഒരു പ്രക്ഷോഭത്തിന്റെ സാഹചര്യം ഇനി ഇല്ല അല്ലെ? അതിപ്പോ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ അന്വേഷണത്തിന് തയ്യാറല്ലെങ്കിൽ ഏതറ്റം വരെയും അന്വേഷണത്തിന് വേണ്ടി ഞങ്ങൾ പോകുമെന്നൊക്കെ പറഞ്ഞാൽ അതിലൊരു പ്രക്ഷോഭത്തിന്റെ സ്വരമുണ്ട് എന്നുള്ളത് സമ്മതിക്കുന്നു. അതങ്ങനെ പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കളും അവരുടെ സംസാര ശൈലിയിൽപ്പെടുന്നതാണല്ലോ. റൈറ്റ്, തിരിച്ചു വരാം. ശ്രീ ആദം മുൾസി, സർക്കാർ ഇക്കാര്യത്തിൽ ഒരു വിമുഖത കാണിക്കാൻ പാടില്ല. ശ്രീ MM ഹസൻ പറഞ്ഞത് ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട ഒരു അർജൻസി, ഈ വിഷയം ഉടൻ അന്വേഷിക്കേണ്ടതാണ്. ഇപ്പോൾ ഖനനാനുമതി നൽകിയത് റദ്ദാക്കി, അതിനപ്പുറം ഇതിലൊരു അന്വേഷണം ആവശ്യമാണ്. സമഗ്രമായ അന്വേഷണത്തിലൂടെ ഇതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരേണ്ടതാണ്. ആ തരത്തിലൊരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ലേ എന്ന സംശയമാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. താങ്കൾ നേരത്തെ പറഞ്ഞു യൂത്ത് കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാണ്, സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യമാണ്. PC ജോർജ് പറഞ്ഞതുപോലെ ഒരു CBI അന്വേഷണമായിരിക്കുമോ മുഴുവൻ വസ്തുതകളും പുറത്തു കൊണ്ടുവരാൻ പര്യാപ്തമായ ഒന്ന്? തീർച്ചയായും ആശങ്കകൾ ദൂരീകരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് അന്വേഷണം പ്രഖ്യാപിക്കണം. മാത്രമല്ല, ഇത് കർണാടകയിലെ ഖനി ലോബിയുമായി ബന്ധപ്പെട്ടാണ് ഈ കോഴ ഇടപാട് വന്നിരിക്കുന്നത്. തീർച്ചയായും ഒരു സമഗ്രമായ CBI അന്വേഷണത്തിലൂടെ മാത്രമേ ഇത് യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം CBI അന്വേഷണം വേണമെന്നാണ് യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത്. മാത്രമല്ല, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, CPIM-ലെ മുതിർന്ന നേതാക്കളിൽ ഒരാൾക്ക് നേരെ വരുന്ന ഒരു ആക്ഷേപം അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയെ ബാധിക്കുന്ന, അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന തരത്തിൽ ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായും സ്വീകരിക്കേണ്ട നിലപാട് ഞങ്ങൾ ഏത് അന്വേഷണത്തെയും നേരിടാമെന്നതല്ലേ? അങ്ങനെയാണെങ്കിൽ നേരത്തെ ഇവിടെ ശ്രീ KN ഖാദർ അദ്ദേഹം ഒരു വാദമായി ഉന്നയിച്ചതുപോലെ അങ്ങനെയാണെങ്കിൽ കൂടുതൽ എളമരം കരീമിന് കൂടുതൽ അദ്ദേഹം ഇതിൽ ഇടപെട്ടിട്ടില്ല എങ്കിൽ അത് വ്യക്തമാക്കാനും ബോധ്യപ്പെടുത്താനും തെളിയിക്കാനുമുള്ള നല്ല അവസരമല്ലേ അന്വേഷണം? അല്ല, ഈ അന്വേഷണം നടത്തേണ്ടത് ആരാണ്? ഗവൺമെന്റ് അല്ലേ? എളമരം കരീം പറഞ്ഞല്ലോ, ഏത് അന്വേഷണത്തിനെയും നേരിടാൻ ഞാൻ തയ്യാറാണ്. അദ്ദേഹം 2 ദിവസം മുമ്പ് പത്രസമ്മേളനം നടത്തി തന്നെ പറയുകയുണ്ടായല്ലോ. കരീമും ആവശ്യപ്പെടുന്ന അന്വേഷണമാണല്ലോ അത്. അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ മാത്രം പോരാ, അതിനുശേഷം ഇപ്പോൾ സർവേ നടത്താനും
ലൈസൻസ് കൊടുക്കുന്നതിന് കരാർ എക്സ്റ്റൻഡ് നീട്ടിക്കൊടുത്തതും ഒക്കെ UDF ഗവൺമെന്റാണ്. അത് ഉൾപ്പെടെ നടത്തിക്കൊള്ളണം. ഈ സോളാർ തട്ടിപ്പ് കേസിൽ അന്വേഷണം ഏതന്വേഷണത്തിനും ഞങ്ങൾ തയ്യാറ്. പക്ഷെ എന്നെ പെടുത്തരുത് അന്വേഷണത്തിൽ, എന്റെ ആഫീസിനെ പെടുത്തരുത് അന്വേഷണത്തിൽ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കരീം പറഞ്ഞിട്ടില്ല. കരീം പറഞ്ഞിരിക്കുന്നത് ഏത് അന്വേഷണം നിങ്ങൾ നടത്തിക്കൊള്ളാൻ കരീമും പറയുകയാണ്, അശ്വനും ആവശ്യപ്പെടുകയാണ്. ശരി, വ്യവസായ വകുപ്പിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ നടപടി. പക്ഷെ ആരെയും ദ്രോഹിക്കില്ല, മുൻവിധിയോടുകൂടി ഒരു അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകില്ല. ഇങ്ങനെയൊക്കെയുള്ള മുഖ്യമന്ത്രിയുടെ നിലപാടിനെയാണോ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നത്, അതോ സ്വാഗതം ചെയ്യുന്നില്ലേ? ഞങ്ങൾ സ്വാഗതം ചെയ്യുന്ന ഇത് ഏത് അന്വേഷണത്തിനും നേരിടാൻ തയ്യാറെന്ന് കരീം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. കരീമിനെ കുറിച്ചും അന്വേഷിച്ചുള്ളൂ, ഇപ്പൊ ഈ ഗവൺമെന്റിലെ വ്യവസായ മന്ത്രിയെ കുറിച്ചും അന്വേഷിച്ചുള്ളൂ, മുഖ്യമന്ത്രിയെ കുറിച്ചും. പക്ഷേ ഞങ്ങളെ ആരെയും കുറിച്ച് അന്വേഷിക്കരുത്, മറ്റുള്ളവരെ കുറിച്ച് മാത്രം അന്വേഷിക്കാന്ന് പറയുന്ന സോളാർ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രി എടുത്ത നിലപാട് ഈ ഖനനം സംബന്ധിച്ച കേസിൽ കരീം എടുത്തിട്ടില്ല, CPM എടുക്കുന്നില്ല. അന്വേഷിക്കുന്ന ഏതന്നെ ഇന്റർപോളിനെ കൊണ്ട് അന്വേഷിക്കണമെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചോളൂ. അന്വേഷിക്കുന്നതിന് ഞങ്ങൾ തടസ്സമല്ല. ആ അന്വേഷണത്തിന് ഞങ്ങളെ പെടുത്തരുതെന്ന് പറയുന്ന നിങ്ങളുടെ നിലപാട് ഞങ്ങൾക്കില്ല. ആരുടെ നിലപാട്? കോൺഗ്രസിന്റെ നിലപാട്. അച്ഛന് അറിയാമല്ലോ, അത് ഉമ്മൻചാണ്ടിയെ ജുഡീഷ്യൽ എൻക്വയറി പെടുത്താൻ നോക്കില്ല, അദ്ദേഹത്തിന്റെ ആഫീസ് പെടുത്താൻ നോക്കില്ല. പിന്നെ ആരെ കുറിച്ചാ ജുഡീഷ്യൽ എൻക്വയറി? സരിതയെ കുറിച്ചാ. ആ നിലപാട് ഞങ്ങൾക്കില്ല. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സ്നേഹിതനും അങ്ങോട്ട് പറയണം, ഈ നിലപാടിൽ ആരൊക്കെ ബന്ധപ്പെട്ടിട്ട് അവരെ കുറിച്ചൊക്കെ അന്വേഷിക്കണം. ഇത് മറ്റ് കേസുകളിലും അതുപോലെ ഒരു നിലപാടായിരിക്കണം സ്വീകരിക്കേണ്ടത് എന്ന് അങ്ങോട്ട് ഉപദേശിക്കാണ് വേണ്ടത്. ഞങ്ങൾക്ക് ഇതിനൊന്നും ഒളിച്ചു വെക്കാനില്ല. ഒരു മറുപടി ഉണ്ടാകുമല്ലോ താങ്കൾക്ക്? തീർച്ചയായിട്ടും ആനന്ദരവട്ടം ആനന്ദൻ പറയുന്നത് ശരിയല്ല. എന്താന്ന് വെച്ചാൽ സോളാർ തട്ടിപ്പിലെ ബിജു രാധാകൃഷ്ണനും സരിതാ നായരും നടന്ന ഒരു തട്ടിപ്പിനെ കുറിച്ച് എന്തിനാണ് ജുഡീഷ്യൽ അന്വേഷണം വയ്ക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ആഫീസും മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫും ഒക്കെ അതിൽ ഇടപെട്ടു എന്നുള്ളത് ആണ് നിയമസഭയ്ക്കകത്തും പുറത്തും ഇവരുന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു പബ്ലിക് എൻക്വയറീസ് ആക്ട് അനുസരിച്ചാണ് ജുഡീഷ്യൽ എൻക്വയറി വയ്ക്കുന്നത്. മുഖ്യമന്ത്രിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടല്ലേ ഒരു പബ്ലിക് എൻക്വയറീസ് ആക്ട് അനുസരിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം വെച്ചത്. അതിനകത്ത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, നിയമസഭയ്ക്കകത്തും പുറത്തും. എന്നാ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞ് മുഖ്യമന്ത്രിയെ കുറിച്ച് അന്വേഷിക്കണം, മുഖ്യമന്ത്രിയുടെ ആഫീസിനെ കുറിച്ച് അന്വേഷിക്കണം. അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അന്വേഷണത്തിൽപ്പെടുത്തിയത്. അല്ലെങ്കിൽ ഇന്നലെ ഒരു ജുഡീഷ്യൽ അന്വേഷണം, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചോ അതുപോലുള്ള ആരും പോലീസ് അന്വേഷിച്ചാൽ പോരെ? ഒരു സിറ്റിംഗ് ജഡ്ജി അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണത്തിന് മുഖ്യമന്ത്രിയെ കൂടി പെടുത്തുകകൊണ്ടും രാഷ്ട്രീയമായി ഇതിന് ആരോപണം ഉന്നയിച്ചതുകൊണ്ടല്ലേ അങ്ങനെ ഒരു ആരോപണം വന്നത്? അതൊരു കോമൺ സെൻസ് ഉള്ളവർക്ക് തന്നെ അറിഞ്ഞൂടെ എന്തിനാണ് ഒരു ജുഡീഷ്യൽ എൻക്വയറി? എം ഹസൻ, ഇവിടെ ലീഗ് എടുത്ത ഒരു നിലപാട്, അതായത് PK കുഞ്ഞാലിക്കുട്ടി ആദ്യം തന്നെ പറഞ്ഞത്, ഒരു വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്നൊരു അന്വേഷണം എന്നത് അല്ല വേണ്ടത്, ഇത് മന്ത്രിസഭയിൽ കൂട്ടായി തീരുമാനിക്കേണ്ട ഒന്നാണ് എന്നാണ്. ഒരുപക്ഷെ ഈ കൂട്ടായ തീരുമാനം വരാൻ വൈകുന്നതാകുമോ താങ്കൾ പറഞ്ഞതുപോലെ ഒരു അർജന്റായ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകാതിരുന്നതിനുള്ള കാരണം? അങ്ങനെ ഒരു കൂട്ടായ തീരുമാനത്തിന്റെ ഭാഗമായി വേണമോ ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ? വ്യവസായ മന്ത്രി പറഞ്ഞതിലൊന്നും ഒരു തെറ്റുമില്ല. കൂട്ടായി ആലോചിക്കണം, ക്യാബിനറ്റ് ആലോചിക്കണം. പക്ഷെ അത് എത്രയും വേഗം. ഇപ്പൊ ഇത് ഇരുമ്പയര് ഖനനം മാത്രമല്ലല്ലോ, ഇപ്പോൾ നൗഷാദ് വാങ്ങിക്കൂട്ടിയ ഭൂമി ആളുകളെ കബളിപ്പിച്ചു. അതെല്ലാം പിന്നെ എളമരം കരീമിന്റെ പേര് പറഞ്ഞ് പേഴ്സണൽ സ്റ്റാഫിലെ അംഗമാണ്, ബന്ധുവാണെന്ന് പറഞ്ഞ് ഭൂമി വാങ്ങിക്കൂട്ടി മുൻ പാർട്ടി മെമ്പർമാർ വരെ വെളിപ്പെടുത്തിയിരിക്കുകയല്ലേ. ഇതെല്ലാം അന്വേഷിക്കണമെന്നല്ലേ കോടതി പറഞ്ഞത്? അതെല്ലാം അന്വേഷിക്കണം. റൈറ്റ്, വളരെയധികം ശ്രീ MM ഹസൻ, ശ്രീ KN ഖാദർ, ആനത്തലവട്ടം ആനന്ദൻ, ആദം മുൾസി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് അതിഥികൾക്ക് ഒരിക്കൽ കൂടി നന്ദി. ഈ സ്പെഷ്യൽ എഡിഷൻ കഴിഞ്ഞു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.